അങ്ങനെ വേർത്തൊലിച്ച് റിസ്ക് എടുത്ത് നമ്മൾ കൊന്ന വിഷുവിനെ എല്ലാരും തിരക്കിട്ട് ചോടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ രണ്ടാളിതൊക്കെ കിടന്നുറങ്ങുക. ഞാനിങ്ങനെ എവിടെ എടുത്തിട്ട് എന്തോ പറയാൻ വരുമ്പോ ഇയാളങ്ങ് പറഞ്ഞു. ഞാൻ വെച്ച സംക്രമായിട്ട് സംക്രമം തന്നെയല്ലേ പറയല്ലേ വിഷു തലേന്ന് ആയിട്ട് അമ്മാമ്മി മോളും ഇവിടെ കിടന്നുറങ്ങും. ഇന്നൊന്നും പരിപാടിയൊന്നും ഇല്ലടോ. എന്നോട് ചോദിച്ചോക്ക് ആദ്യം ബോംബ് പൊട്ടിക്കല വെടി പൊട്ടിക്കുന്നുണ്ടേന്ന് കൊടുത്ത് വെടി കൊടുത്തോ ഇനി പൊട്ടിക്കാൻ ആരോട് അതിന്റെ ദേഷ്യത്തിലാകുമ്പോ വെടി വെടിക്കാതില്ല ദേഷ്യത്തിലാ. നമ്മ ഇന്ന് രണ്ടാള് പോകുന്നു പറഞ്ഞേ നീയും വന്നോറവാ വെടി മേടിച്ചിട്ടില്ല. മുള വരുന്നില്ലേ? നമുക്ക് പോയിട്ട് വെടി മേടിച്ചിട്ട് വരാം. അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, വെടിയെല്ലാം മേടിച്ച് നമ്മള് ഇന്ന് വൈകുന്നേരമല്ലേ പൊട്ടിക്കണ്ട്. നമുക്ക് കുറെ കുട്ടികൾ വേണ്ട, നമുക്ക് പൊട്ടാത്ത വെടി വാങ്ങിയാലോ? ഇതാ നിന്റെ ഏട്ടൻ വിളിക്കുന്നുണ്ട്. അതെയാ അതിന്റെ ഒരു വാ ഉറങ്ങല്ല, രണ്ടാൾ എണീക്ക്. എന്തെന്നാ ഇത്? അതാ പ്രിയ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പൊ നമ്മൾ എടുത്തേക്കാ പോകുന്നു പ്രിയ വിഷു തലേന്നാണ്. അപ്പൊ ഒരുപാട് സാധനങ്ങള്, ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത്ര കണീന്റെ സാധനങ്ങളെല്ലാം അമ്മ കൊണ്ടുവന്നു. ഇനിയിപ്പോന്ന് വെച്ചാൽ നമുക്ക് കൊന്നപ്പൂ വേണം, കുറച്ച് പടക്കം മേടിക്കണം അല്ലേ, അങ്ങനെയില്ല ചെറിയ ചെറിയ പരിപാടി. നമ്മളിവിടെ അടുത്തൊന്ന് കൊന്നപ്പാവ് ഒരു നമ്മള് ഇവിടുന്ന് ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കൊന്നപ്പൂ ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട്. ഇത്രയും ദിവസം പോകുമ്പോ എല്ലാ സ്ഥലത്തും കൊന്നപ്പൂ ഉണ്ട്. പക്ഷെ ഇന്നലെ ഇപ്പം നോക്കണം, പക്ഷെ ഇല്ല എല്ലാരും വൈകുന്നേരം ആകുമ്പോഴേ പറിക്കുന്നത് ഉതിർന്നു പോവല്ല. അതുകൊണ്ട് വൈകുന്നേരം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇടുന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങേണ്ടി വരും. ടൗണിൽ നിന്ന് കൊന്നപ്പൂവല്ല ഇഷ്ടം പോലെ വെല്ലിച്ചെന്റെ അടുത്തുണ്ട്, പോയി കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. അപ്പൊ നമ്മൾ കൊന്നപ്പൂ വാങ്ങണം, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനം മേടിക്കാനുണ്ട്. അപ്പൊ വീട്ടിനെ വിളിച്ച് നമ്മൾ വാങ്ങും. അതുപോലെ നമ്മൾ ഇന്ന് കുട്ടീസിന് വേണ്ടിയിട്ട് പടക്കങ്ങൾ വാങ്ങുന്നുണ്ട്. പൊട്ടാത്ത പടക്കങ്ങളാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ പൊട്ടിക്കാത്ത. പൊട്ടണ്ടല്ല, വിയോമിന് പേടിയാന്ന് പോലും പൊട്ടത്തെ പടക്കം. നമുക്ക് പൊട്ടാത്ത പടക്കം വാങ്ങാം. നെല്ലച്ചക്കരം, പൂക്കുത്തിരി, ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സാധനങ്ങൾ, കമ്പിത്തിരി, ഒന്ന് രണ്ട് പൊട്ടുന്ന ചെറിയ പൊട്ടുന്ന. കുട്ടികൾക്ക് ഡേഞ്ചറാണ്. കുട്ടികളല്ലേ, നിങ്ങളല്ലേ എല്ലാരും. ആരാ പൊട്ടിക്കുന്നത്? അച്ഛന്മാരും അമ്മമാരെ പൊട്ടിക്കണ്ട്. അച്ഛൻ അങ്ങനെ പടക്കം പൊട്ടിക്കൂല. എനക്ക് ഇങ്ങനെ അത് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാം കേട്ടാ. അപ്പൊ അങ്ങനെയുള്ള നമ്മള് അത് പിന്നെ ഇപ്പൊ വാങ്ങുന്നൊന്നുമില്ല കേട്ടോ. അത് വൈകുന്നേരം ഇവര് തന്നെ കൂട്ടിയിട്ട് ഇവർക്ക് ഇപ്പൊ മണിക്കണം മണിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നോക്കട്ടെ. അതെയാ മേതൂട്ടി ഇപ്പൊ ഏടി ഇറങ്ങുന്നില്ല. മേതൂട്ടി അമ്മ വീടിന്റെ തന്നെ അതൊന്നുമില്ല. ഓക്ക് ഇങ്ങനെ ടിവിയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ ഓളെ ഇതിനൊപ്പരം നിൽക്കുന്ന അമ്മാമ്മയും ഒരു ഇതുമില്ല. ഇതാക്കണ്ട അമ്മാമേന്റെ ഒപ്പരം മോക്കനുസരിച്ച് നിൽക്കുന്ന ഒരു അമ്മാമിയുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് മണിക്കുട്ടൻ ഇന്ന് ക്ലാസ്സിന് പോയിട്ടുണ്ട്. നാളെ ഇപ്പൊ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ക്ലാസ് വെച്ചു വേണ്ടത്. ഓന അവിടെ നിന്ന് നമ്മൾ ഫ്ലാറ്ററിൽ നിന്ന് കൂട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ കാര്യങ്ങളെല്ലാം വാങ്ങി സാധനങ്ങളെല്ലാം വാങ്ങി വൈകുന്നേരം പിന്നെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. പിന്നെ മേതൂട്ടിയുടെ ഫോട്ടോ എടുക്കാനുണ്ട് നമുക്ക് അല്ലേ, ചെറിയൊരു ഫോട്ടോ വിഷു ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ട് എന്നൊന്നും പറയണ്ട, നമ്മൾ എന്നായിട്ട് എടുക്കുന്നത് ഫോട്ടോഷൂട്ട് തന്നെ അതല്ലേ. അപ്പൊ അങ്ങനെയും പറയാത്, നമ്മളതായ രീതിയിൽ നമുക്ക് എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ചില്ലറ പരിപാടികളുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് എന്തോ പറയുന്നുണ്ട്, എന്തോ ഓടിക്കുന്നില്ല. എന്നാ നിന്റെ തട്ടിപ്പ് ഞാൻ പറ. അതിന്റെ മുകളിൽ താഴേക്ക് വേണം. ബൈ ബൈ. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കത്തുന്ന ചൂടാണ്. ഇതാ മണിക്കൂട്ടം വിളിക്കുന്നുണ്ടേ. ഹലോ, വരുന്നുണ്ട്. കഴിഞ്ഞാടും വിളിക്കും. അധികം നിക്കാൻ തോന്നിയില്ല. കത്തിയരിയുടെ വീഡിയോ വന്നല്ലേ വിഷുവിനെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മണിക്കൂട്ടനെ കൂട്ടിയിട്ടുണ്ട്. മണിക്കൂട്ട
മണിക്കൂട്ട കയറിയാണ്ട് ചോദിച്ചു അടുത്തേക്കാ പോകുന്നേ. ഓൻ്റെ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാണ്ട് നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് നേരം ടി വി എല്ലാം കണ്ട് അടിയിരിക്കണം. ഒപ്പരം പോയിരുന്നത് തീരെ ഇഷ്ടമല്ല. നിനക്കൊരു ഷർട്ട് എടുക്കണം എന്ന് വെച്ചിട്ടാ ഇപ്പം പോകുന്നത്. നിന്നെ കൂട്ടാണ്ട് ശരിയാവില്ലല്ലോ. അപ്പൊ നമ്മള് പയ്യന്നൂരേക്ക് പോവാണ്. അതെ, പയ്യന്നൂരേക്ക് പോകുമ്പോ എനിക്ക് 2 ദിവസമായിട്ട്, 2 ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. ഒന്നാമത് വെക്കേഷൻ സമയമില്ലേ, പെരുമ്പ സൈഡ് അങ്ങ് കിടക്കാൻ വേണ്ടി ഭയങ്കര ബ്ലോക്കാണ്. പക്ഷെ ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഇവിടുന്ന് തളിപ്പറമ്പിൽ എത്തുവാന്ന് പറയുമ്പോ അതിനേക്കാളും ക്ഷീണം വരുന്നു. റോഡ് ശരിയല്ലാത്തോണ്ടേ. റോഡിന്റെ പ്രശ്നം കൊണ്ടാണ്. അതെ, ഇവിടുത്തെ ഇനിയിപ്പോ ഭയങ്കര ബ്ലോക്കാന്നാന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് എങ്ങനെയാ വിഷു തലേന്നാവുമ്പോ എല്ലാരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. അല്ലാതെ ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസമായിരിക്കും എല്ലാരും പുറത്തേക്ക് ഇറങ്ങുന്നു. ഓരോ സാധനം നമ്മളിറങ്ങിയ പോലെ തന്നെ എല്ലാവർക്കും. പക്ഷെ ഇത് ചൂടുവാകുമ്പോ കുറച്ച് ഇതുണ്ടാവുന്നാലും നീ സ്വന്തം സമാധാനിച്ചു അങ്ങനെ പറഞ്ഞിട്ട് കേട്ടാ. എനിക്ക് തോന്നുന്നില്ല അല്ലേ മണിക്കൂട്ടാ, നല്ല ബ്ലോക്ക് ആയിരിക്കും. എന്നാ ഇടുന്ന തിരിച്ചോ നേരെ തിരിച്ചോ നമുക്ക് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും സജ്ജീകരണം ആക്കുന്നെല്ലാം പറയുന്നുണ്ടായി. ഞാൻ പറയുന്നത് ഇന്ന് വലിയ തിരക്കുണ്ടാവില്ല. നോക്കാം, ശ്രീനാട്ടൻ ഞാൻ പറയാം നല്ല തിരക്കുണ്ടാവും. അപ്പൊ ആടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം തിരക്കുണ്ടാവും. പക്ഷെ അല്ലല്ല, റോഡിന്റെ ചിലപ്പോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇല്ല. റോഡിന്റെ തിരക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ തിരക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മണിക്കൂട്ടൻ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് അമ്മേന്റെ ഭാഗത്താണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അത്രേ ഇല്ല, ഇനി ഒരു 5 മിനിറ്റിന്റെ ദൂരേ ഇല്ലു. പാടിയാന്ന് ബ്ലോക്ക് കൊടുക്കേണ്ട സ്ഥലം. നോക്കാം. അപ്പൊ ശ്രീനാട്ടൻ പറഞ്ഞത് ബ്ലോക്ക് ഉണ്ടാവുന്നതാണ്. ശരിക്കും ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിൽ നിന്ന് തന്നെയല്ലേ ബ്ലോക്ക് തുടങ്ങല്? ബ്ലോക്ക് തുടങ്ങി. അതെ, ഈ ഒരു ഏരിയ നിന്നാണ് ബ്ലോക്ക് തുടങ്ങല്. ഇന്ന് കാലിയാട്ടാ. അന്ന് ഇങ്ങനെ സംഭവിച്ചു വരും. ചിലപ്പോ വൈകുന്നേരം ആവുമ്പോ കൂടും. ഇനി മാറ്റി പറഞ്ഞിട്ട് കാര്യം. നമ്മളിപ്പം ബ്ലോക്ക് ഉണ്ടാവില്ലെന്നേ പറഞ്ഞിട്ടു. വൈകുന്നേരം ഉണ്ടാവില്ലെന്നൊന്നും നമ്മളെ കണക്ക് കൂട്ടൂല. അപ്പൊ എനക്ക് അങ്ങനെ ശരി ഉത്തരം പറഞ്ഞത് കൊണ്ട് എനക്ക് ഓഫർ ഉണ്ട്. ഒരടി കൂടി കൂടുതൽ നീ കൂടി നിനക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ എനക്ക് എന്തെങ്കിലും ഒരു ഓഫർ അപ്പൊ ഞാനിത് അധികം കട്ടാക്കുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഇതാ ഇവിടുന്നാണ് സ്വതവേ നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാവില്ല. ആ തിയേറ്ററിന്റെയും അതിന്റെ എല്ലാം എടുക്കുന്നത്. പക്ഷെ ഉച്ചക്ക് ബ്ലോക്ക് ഉണ്ടാവോ ഇല്ലയോ എന്നില്ല. അതാ നമ്മള് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഞാൻ അങ്ങനെ നമുക്ക് എങ്ങനെ അങ്ങനെ കണ്ടോ കാണിച്ചാൽ ആയിക്കോട്ടെ. കുറച്ച് വീഡിയോ എന്നാ ഫോൺ കട്ടാക്കാം. അങ്ങനെ വീഡിയോ കട്ടാക്കണം. വഴിയില്ല. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് പക്ഷെ കുറച്ച് കുറഞ്ഞൊരു ബ്ലോക്ക് അത്ര തന്നെ. ഒരുപാടില്ല അല്ലേ? അങ്ങനെ ഇപ്പൊ പൊതുവെ ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്ത് ഓഫർ കഴിഞ്ഞിട്ട് വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിലേ ഓഫർ ബില്ലതും ചെറുതെല്ലാം കണക്ക് തന്നെയാണ്. എന്നാ പിന്നെ ശരി. ഇനിയിപ്പൊ നമുക്ക് ശ്രീനാട്ടൻ ജയിച്ചിരിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. വലിയ ബ്ലോക്ക് ഒന്നുമില്ല. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിർക്കലാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ ഫസ്റ്റ് പോകുന്നത് മണിക്കൂട്ടന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അല്ലേ? അപ്പൊ ഇതാ ഒരു കൊന്നപ്പൂ പറിക്കാം പെടുത്ത പാടാതിത്. കൊന്നേനെ മുകളിൽ കേറാൻ പറ്റുന്നില്ല. ഞാൻ കാരണം എന്നെ പോവാ. അമ്മ കേറും. അങ്ങനെ നമ്മൾ കൊന്ന പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ റോഡ് സൈഡിലൊരു കൊന്ന മരത്തിൽ ഞാൻ കുറെ കയറി. അത് വഴുതി പോയി ഭയങ്കര കൊന്നമരം. അച്ഛൻ അതിന്റെ മുകളിൽ കയറുമ്പോൾ വഴുതി ഞാൻ 2 വട്ടമായി വഴുതി വീണ്. അതെ കൊക്കി ഉണ്ടെങ്കിൽ ഇവിടെ കൊക്കിയില്ല. റോഡ് സൈഡിൽ കിട്ടിയതാ കേട്ടോ. നമുക്ക് ഇവിടെ കൊന്ന മാറി കണ്ടിട്ടാ. ഞാൻ അതിന്റെ അത്ര വരെ കയറി നോക്കി. പക്ഷെ എങ്ങനെയാണ് നടക്കുന്നില്ല. അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. കൊന്ന് എറിഞ്ഞിടാനൊന്നും പറ്റൂല. ഞാൻ നോക്കട്ടെ, എനക്ക് ഒരുവിധം കയറാൻ പറ്റുമോ നോക്കട്ടെ. ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഇടിയില്ല. ഏറ്റവും ചെറിയ മരത്തിൽ കയറിയിട്ട് വരെ ശ്രീനാഥിനെ പറിക്കാൻ പറ്റുന്നില്ല. ആടുന്ന എന്തെല്ലോ കളിച്ചു കൂട്ടേ. എന്തായി കിട്ടിയാ? ആൾക്കാർ വന്നിട്ട് ഇത് താഴെ ഇല്ലെല്ലാം പറിച്ചു. നമുക്ക് ശേഷമുള്ള 2 പിള്ളേർ വരുന്നുണ്ട് എന്നെ അവിടെ കണ്ടിട്ട്. പിള്ളേരുണ്ടെങ്കിൽ കേറൂട്ടാ. നമുക്ക് അയ്യോ ഇതെല്ലാം എങ്ങനെയാണെന്ന് അറിയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് തലേക്ക് പോവാ അങ്ങനെയാ തോന്നുന്നു. പക്ഷേ ഇവിടുന്ന് കൊക്കി ഉണ്ടെങ്കിലേ പറിക്കാൻ പറ്റൂല. ഇത് താഴെ ഇല്ലെല്ലാം ആൾക്കാർ മുന്നേ പറിച്ചിട്ട് പോയി. നേരത്തെ വരണല്ലേ? ഇതിപ്പം ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു ചെറിയൊരു കൊക്ക കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ ആ തയ്യാറെടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുമായിരുന്നു. കൊക്കൊന്നും ഇല്ല. ആടെ ഇല്ലതൊന്നും ഞാൻ ആക്കിയത് പൊട്ടിപ്പോയി. അങ്ങനെ വേർത്തൊലിച്ച് റിസ്ക് എടുത്ത് നമ്മൾ കൊന്ന പറിച്ചിരിക്കുകയാണ് ഗൈസ്.
ഇതാ കാണിച്ചെടുത്തോണ്ട് കുലിക്കല്ലോ ഓന്റെ കൈമ കൊടുത്ത് കുലിക്കുന്നു കുലുക്കി കഴിഞ്ഞാ പിന്നെ പൂവെല്ലാം ഒന്നാമത് നല്ല വഴുക്കില്ല മരുവാണ്. അതിന്റെ ആ മുകളിലത്ത് ഇങ്ങനെ പോകുന്നല്ലേ പിടിക്കുന്നതിന് പിന്നെ ഇങ്ങനെ ഭയങ്കര വഴുക്കാണ് ഇത്. എന്റെ കാക്കും തറച്ചു വിട്ടോ എവിടെയല്ലോ ആയിട്ട് വിരങ്ങി. ഒരു കൊന്ന പറിക്കണ്ട റിസ്ക്. അതെ പണ്ട് ശ്രീനാട്ടിന് ഇതുപോലെ മരത്തുമ്പോ കയറിയിട്ട് നരിക്കോട് പെട്ടുപോയി. എന്നിട്ട് സൂര്യാട്ടിനെ എങ്ങാനും വിളിച്ചിട്ട് രക്ഷപ്പെടുത്തി. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മരം ഇതായിരുന്നു നമ്മള് തേക്ക്. അപ്പൊ അതിന്റെ കൊമ്പ് പിന്നെ കളയാൻ വേണ്ടിട്ടാണ് അത് വീട്ടിലിങ്ങനെ ചാഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊത്താൻ വേണ്ടി പോയത്. അപ്പേക്ക് ഇത് കൊത്തി കഴിഞ്ഞപാട് ഇത് നേരെ ഒടിഞ്ഞു വീഴല് ഇലക്ട്രിക് കമ്പിക്ക്. അപ്പൊ അത് ഷോക്കാവുന്ന വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അത് ഇളക്കാനും പറ്റുന്നില്ല. രണ്ടിനും മുട്ടും ഷോക്കാവുന്നില്ലേ. ഇപ്പൊ അതിന്റെ മുകളിൽ ഇറങ്ങി. ഇതിപ്പോ എങ്ങനെയാന്ന് ഇറങ്ങല് നോക്കട്ടെ. ഇപ്പഴത്തേക്ക് ഇറങ്ങി. ചെരുപ്പ് കൊടുക്കട മണിക്കൂട്ട. എന്നാ പിന്നെ മുള്ളില്ലാത്ത ആ ചെരുപ്പ് രണ്ടും ഇട്ടോ. ഇവിടെ ഫുള്ള് മുള്ളാന്നല്ല. ചെരുപ്പിട്. ചെരുപ്പുണ്ടോ? ഒരു കാലിന് ചെരുപ്പുണ്ടോ? ഇട്ട് കൊടുക്ക്. ഒരു കാലിന്. അതങ്ങനെ കേട്ടി. എന്നിട്ട് അങ്ങനെ നോക്കട്ടെ. ഇത്രത്തോളം കിട്ടിയോണ്ട് സന്തോഷമായി. എന്താ മറ്റേ ഒരു മരം ഉണ്ടായി. ആദ്യം നമ്മൾ ഫസ്റ്റിലെ ഒരു മരത്തിലേക്കാണ് പോയത്. അപ്പുറത്തെ മരത്തിലാണ് കയറിയത് നമ്മൾ ആദ്യം. പക്ഷെ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര വെളുപ്പം. അത് കുറച്ചും കൂടി ഇതിനെക്കാട്ടിയും വലിയ മരമാണ്. ഇത് ഉയരും ഉണ്ട്. ഇതിനത്ര ഉയരൂല്ല. ഇത് പിന്നെ അതുകൊണ്ട് എങ്ങനെയല്ലോ കയറി പറിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാം. ഹലോ, എന്തെന്ന് വെച്ചാലേ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. വീടിന്റെ സൗണ്ടായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മള് പടക്കം വാങ്ങിയ സമയം എത്രയായി? ഇപ്പം സമയം 10 മണി. 8 മണിയായി. നമ്മൾ ഇതുവരെ പടക്കം വാങ്ങിയില്ല കേട്ടാ. നമുക്ക് പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതാ മണിക്കൂട്ടൻ നേരത്തെ ധൃതി കളിക്കുന്നുണ്ട്. ക്ഷമ കെട്ടിട്ടാണ് മണിക്കൂട്ടൻ നിൽക്കുന്നത്. നമ്മൾ പുറത്തേക്കെല്ലാം പോയി കുറച്ച് നേരത്തെ വന്നു. നമ്മളൊരു ചെറിയൊരു വീഡിയോ നമ്മളെപ്പോഴും അങ്ങനെ വാശിയിലുള്ളത് വാശിയിലൊന്നല്ലപ്പാ. അത് നമ്മൾ അത് ഒരു ചെറിയൊരു വീഡിയോ ഇന്ന് അയച്ചു കൊടുക്കാനുണ്ട്. ഒരു മേതുട്ടീൻ്റെ ഡാൻസിൻ്റെ. അപ്പോൾ അങ്ങനെ ഉള്ള വൈകി. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞപാട് പടക്കം മേടിച്ചിട്ട് നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്? അതെല്ലാം പറ. നമ്മൾ പോകുന്നത് നേരെ എണ്ണ വെച്ചിട്ട് തുറന്ന സ്ഥലത്തേക്കാണ്. എവിടത്തേക്ക്? എണ്ണ വെച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോലില്ല. നരിക്കോട് അല്ലേ? നരിക്കോട് ആടെ ആരെല്ലാം? നരിക്കോടേക്ക്. അപ്പോൾ അല്ലേ അവിടെ നമ്മൾ നിളുണ്ട്, പിച്ചുണ്ട്, ഓവിയുണ്ട്, വിയോമുണ്ട്. അപ്പൊ നമ്മൾ ഏടുന്ന പടക്കം വാങ്ങുന്നത് എല്ലാരും അങ്ങനെ വിചാരിക്കുന്നു. അല്ല, ആർക്കും അറിയില്ല വിയോമിന. എല്ലാവർക്കും അറിയാം വിയോമിന. അത്ര അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞപാട് നോക്കേ. ഇതിന്റെ അമ്മേനെ കാണാൻ പോകുന്ന എത്ര സമയായി അമ്മു? അമ്മയൊരു ഡാൻസ് അയച്ചു കൊടുക്കാനുണ്ട്. പിന്നെ മേതുട്ടീൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക്. അപ്പൊ അതിന്റെ ഇങ്ങനെ തിരക്കിലായിട്ടത്. ക്ഷമ കെട്ടിയിരിക്കുന്ന ഇതാ ഒരു സിംഹമാണ് ഇവിടെ ഇരിക്കുന്നത്. പുറത്തുനിന്ന് സംസാരിക്കണം പോലെ മേതുട്ടിക്ക് വിളിക്കാന്ന്. ഗായ്സ് വാ. ചുറ്റും പടക്കം പൊട്ടുകയാണ്. പക്ഷെ മേതുട്ടി നിനക്ക് പടക്കം പൊട്ടിക്കല്ലോ. എനിക്ക് മറ്റേ പൂക്കുത്തിരിയും കമ്പിത്തിരിയല്ലേ വേണ്ട. നമുക്ക് കാണാം കേട്ടാ. നേരത്തെ ഒരു കാര്യം അറിയാം. ഞാൻ ഊഞ്ഞാലില്ലേ, മറ്റേ ഊഞ്ഞാൽ ആടുന്ന പോലെ ഇത്രയും പേരെ ആടി. ബാക്കിൽ ഇത്രയും പേരെ ഒറ്റ പൊന്തല് വീണിട്ട. ഞാൻ അപ്പത്തേക്ക് ഇങ്ങനെ ചാടി. ഭാഗ്യം. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ മേതുട്ടി? ഓന്റെ ഭാഗ്യം തന്നെ. നിന്റെ ഭാഗ്യം രക്ഷപ്പെട്ടു. അപ്പൊ നമ്മള് നരിക്കോട് എത്തി. നരിക്കോട് നിപ്പിത പടക്കം പൊട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊട്ടിക്കലെല്ലാം കൊള്ളാം, അതുപോലെ വൃത്തിയാക്കി കൊള്ളണം.
അടുത്ത കുട്ടിക്ക് നമുക്കായി ഇത് സാധനം അത് മറ്റേ അത് കുടിക്കും ഞാൻ മീൻ നെൽച്ചക്രം പില്ലറി അങ്ങനെ നമ്മൾ നരിക്കൂടുന്ന് പടക്കെല്ലാം പൊട്ടിച്ച് നേരെ എവിടെ എത്തി മേതൂട്ടി? വീട്ടിലേക്ക് വന്നു. ആ നമ്മൾ തിരിച്ച് കടന്നപ്പള്ളിയിലേക്ക് തന്നെ എത്തിയല്ലേ? ഓക്കെ. ആ നിങ്ങൾ വിചാരിക്കുന്നത് ഒത്തിരി ദൂരാന്ന് മരിക്കൂടുന്നല്ലേ? ഒത്തിരി ദൂരമൊന്നുമല്ല, കുറച്ച് ദൂരേ ഇല്ലു അല്ലേ? 10 മിനിറ്റിൻ്റെ 2 മിനിറ്റ് കൂടി എടുത്തു. ഇത് തൽക്കാലം കൊടുക്കാം. അതിൻ്റെ ഇത് പുറം കഴിക്കണ്ട, എൻ്റെ ഉള്ളിൽ മാത്രം. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ മേതൂട്ടി പറഞ്ഞു എനിക്ക് എന്താ സംഭവം പറയാ? അമ്മാമ എന്തെല്ലോ ഒച്ചപ്പാടാക്കുന്നുണ്ട്. അതല്ല, ഇതാണ് സംഭവം എന്ന് വെച്ചാല് അച്ഛൻ്റെ ബാത്റൂമത്ത് സൂപ്പ് തീർന്നു. അമ്മ ഇപ്പൊ കുളിക്കാൻ പോയിരുന്നു. അതുകൊണ്ട് അമ്മ സൂപ്പ് എടുത്തിരുന്നു. ഏതല്ലോ സൂപ്പ് കുളിക്കുന്നേ. അതാണ് ഇപ്പത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് മുസമ്പി എന്നാൽ എനിക്ക് ഇന്ന് മുസമ്പി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയേ. അപ്പോൾ എൻ്റെ മേതൂട്ടി ഇപ്പോൾ ചോദിച്ച് മുസമ്പി വാങ്ങിയിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് മേതൂട്ടി? ഞാൻ കഴിച്ചു കേട്ടോ ഇന്ന് മുസമ്പി ഒരു കഷ്ണം. അടിപൊളിയല്ലേ? തിന്നില്ല, പിന്നെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് അമ്മ കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്തു. ഇനി രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇനി അമ്മേൻ്റെ ചട്ടി എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടാകുമ്പോ ഞാൻ കിടക്കും. എല്ലാം നിരത്തിട്ടാകുമ്പോ 5 കുട്ടി വിളക്ക് മാത്രം കത്തില്ല. ഇപ്പോൾ കണി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യമെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ചട്ടിയെല്ലാം റെഡിയാക്കുന്നുണ്ട് അമ്മ. കൊന്നപ്പൂ നമ്മളിവിടെ വെച്ചു. അമ്മ ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി അമ്മ അത് സെറ്റപ്പ് ആക്കല് രാവിലെ എണീച്ചിട്ട് അമ്മ സെറ്റാക്കല്? അല്ല, ഇപ്പൊ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കും. ഇപ്പൊ സെറ്റാക്കി വെച്ച് നിൽക്കും അല്ലേ? രാവിലെ എണീച്ചിട്ട് വിളക്ക് മാത്രം കത്തിക്കും. അന്നേരം ആരും ഉറങ്ങി എണീക്കുന്നില്ലല്ലോ. ഇങ്ങനെ പോയിട്ട് മേതൂട്ടിയെല്ലാം ഉറങ്ങി എണീക്കുന്നത് സംശയമാണ്. ഇപ്പം എൻ്റെ സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു, 12:30. പടക്കം പൊട്ടിച്ചിട്ട് അവരവിടെ കളിച്ച് നിൽക്കുന്നുണ്ടായിന്. അതിന് തോലും ഇടക്കം നിന്നോ നീ? അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതാണ് നമ്മൾ ഇന്നത്തെ വിഷുവിൻ്റെ തലേന്നില്ല നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മേതൂട്ടി അടിപൊളി. ഓക്കെ, അത് കഴിക്കാം മതി. ഗൈസിന് എല്ലാവർക്കും കൊടുക്കുന്നു. മതി.